الحمد لله الواحد القهار غافر الذنب وقابل التوبة شديد العقاب المتفرد بالبقاء والدوام والمتفضل على عباده بالإحسان والإنعام أحمده حمد من قال ربي الله ثم استقام الصلاة والسلام على رسوله المصطفى الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اركعوا واسجدوا وافعلوا الخير لعلكم تفلحون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അനുഷ്ഠിച്ചും പാലിച്ചും ഓരോ കാലടിയും മുന്നോട്ട് വെക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അള്ളാഹു അവന്റെ വിധിവിലക്കുകൾ യഥാവിധി അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന നല്ലവരായ വിശ്വാസികളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൃതങ്ങളുടെ ലോകത്ത് നിന്ന് കളം വിട്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലും ജീവിതത്തിലും കാപട്യം നിറഞ്ഞവർ. റമളാൻ മാസത്തിലുണ്ടായിരുന്ന ആരാധനകളിലെ സജീവതയോ നന്മകളിലെ ശുഷ്കാന്തിയോ സുഹൃതങ്ങളിലെ സന്നദ്ധതയോ കാണപ്പെടാത്ത വിധം പുതിയ ഒരു മേച്ചിൽപ്പുറത്തേക്ക് 6 നോമ്പും കഴിഞ്ഞ് വിരാജിക്കാൻ വെമ്പ് നിൽക്കുന്നവർ തങ്ങളുടെ രക്ഷിതാവിനോട് എത്രത്തോളം സത്യസന്ധരാണ് എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ ജീവിതത്തിന്റെ നിമിഷങ്ങളും മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. ചെയ്തുകൂട്ടിയ സുഹൃതങ്ങളൊക്കെ സ്വർഗപ്രവേശനത്തിന് പര്യാപ്തമാണ് എന്ന ആശ്വാസവും ഊറ്റവുമായിരുന്നില്ല പൂർവകാല സലഫുകളെ വേട്ടയാടിയിരുന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ തുല്യതയില്ലാത്ത ചരിതങ്ങൾ രേഖപ്പെടുത്തുമ്പോഴും പരലോകത്തെ ഭയന്ന് ആഖിറത്തിനെ പേടിച്ച് വേവലാതിപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു പുരുഷായുസ് മുഴുവൻ ദീനിനു വേണ്ടി ഒഴിഞ്ഞുവെച്ചു എന്ന് വിശേഷിപ്പിക്കാവുന്ന അതുല്യ വ്യക്തിത്വമാണ്. മസ്ജിദുൻ നബവിയിൽ ഹോമിച്ചു തീർന്ന ജീവിതമായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത്. പ്രവാചക അധരങ്ങൾ മൊഴിയുന്ന അറിവിന്റെ മൊഴിമുത്തുകളെ, അതിന്റെ തിരമാലകളെ വാരിപ്പുണർന്ന് അടുത്ത തലമുറക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ത്യാഗ പരിശ്രമത്തിലായിരുന്നു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പക്ഷേ തന്റെ ജീവിത സായാഹ്നത്തിൽ അദ്ദേഹം കരയുന്നതും അസ്വസ്ഥനാകുന്നതും കണ്ട് സതീർത്ഥ്യർ ചോദിക്കുകയുണ്ടായി, ഒരായുസ് മുഴുവൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ദീന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രബോധന രംഗത്ത് നിറഞ്ഞു നിന്ന അങ്ങെന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥനാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഖല്ലത്ത് സാദി വതൂല സഫരി. ഖില്ലത്തു സാദി, എനിക്കെത്രയോ ദൂരം ഇനിയും യാത്ര ചെയ്യാനുണ്ട്. മരണമെന്ന
കവാടം കയറി ഖബറെന്ന വീട്ടിലെത്തി നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അള്ളാഹുവിന്റെ ആഖിറത്തിൽ വിചാരണക്ക് വന്ന് നരകത്തെ അഭിമുഖീകരിക്കാനും സിറാത്തിനെ താണ്ടാനുമുള്ള എനിക്ക് ഇനിയും എത്രയോ ദൂരം സഞ്ചരിക്കാനുണ്ട്. പക്ഷെ എന്റെ കയ്യിൽ യാത്രാപാഥേയം ഇല്ല എന്ന വിഷമമായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അലട്ടിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അഷ്റഫുൽ ഖൽഖ് മസ്ജിദുൻ നബവിയിൽ വെച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഈ സദസ്സിൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും പ്രവേശനാനുമതി ലഭിച്ച ഒരു വ്യക്തിത്വം ഇരിക്കുന്നുണ്ട്. ആരിഫുഹു, എനിക്ക് അദ്ദേഹത്തെ നന്നായി അറിയാം. വആരിഫു അബാഹു, അദ്ദേഹത്തിന്റെ ഉപ്പയെ എനിക്കറിയാം. വആരിഫു ഉമ്മഹു, അദ്ദേഹത്തിന്റെ ഉമ്മയെയും എനിക്കറിയാം. അവർ ചോദിച്ചു, ആരാണ് പ്രവാചകരെ? ഖദ് റഫഅ ശഅ്നുഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ കാര്യം എത്രയോ ഉയർന്നതാണ്. സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെയും പ്രവേശനാനുമതി വാഗ്ദാനം ചെയ്യപ്പെട്ട ആ മഹാനായ വ്യക്തിത്വം ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറയുന്നതിന് പകരം ചൂണ്ടിക്കാണിച്ചു. ആ സദസ്സിൽ മെലിഞ്ഞ് വെളുത്ത ഇസ്ലാമിന്റെ 1ാം ഖലീഫയിലേക്കാണ് അദ്ദേഹത്തിന്റെ വിരൽ ചൂണ്ടിയത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും പ്രവേശനാനുമതി ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ വ്യക്തിത്വത്തിന്റെ ജീവിതം നമുക്ക് കാണാം. വീട്ടിൽ നിന്ന് വുളുവെടുത്ത് പള്ളിയിലേക്ക് പുറപ്പെടുന്നതിനിടയിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മാൻപേടയെ നോക്കി ഉണർത്താതെ പതുങ്ങി അടുത്തേക്ക് ചെന്ന് കണ്ടാസ്വദിച്ച് അദ്ദേഹം പറഞ്ഞ വാക്ക് ചരിത്രത്തിൽ കാണാം, മാ അസ്അദകി. പൊന്നു മാൻ ആ മാൻപേടയോട് പറയാൻ, നീ എത്ര സൗഭാഗ്യവാനാണ്. കാരണം നിനക്കെവിടെയും വിരാജിക്കാം, എങ്ങോട്ടും സഞ്ചരിക്കാം, നിനക്ക് എന്തും തിന്നാം. നാളെ പരലോകത്ത് നീ വിചാരണ നേരിടേണ്ടതില്ലല്ലോ. എന്നെ പോലെ ഞാനുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഒരു മാൻപേടയെ നോക്കി വിലപിക്കുവാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ അലട്ടിയതെന്താണ്? നാളെ പരലോകത്ത് സ്വർഗത്തിൽ 8 കവാടങ്ങളിലൂടെയും പ്രവേശനാനുമതി ലഭിക്കും എന്ന് റസൂലുള്ള വാഗ്ദാനം പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന്റെ മനസ്സ് പരലോകത്തെ ഓർത്തുകൊണ്ട് അസ്വസ്ഥരാവുകയായിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങാത്ത രാവുകൾ, അസ്വസ്ഥമായ അദ്ദേഹത്തിന്റെ ജീവിതം കണ്ട് അദ്ദേഹത്തോട് സതീർത്ഥൻ ചോദിച്ചിട്ടുണ്ട്, എന്തേ അങ്ങ് കുറച്ചു നേരം ഉറങ്ങിക്കൂടെ? പകല് മുഴുവൻ ഞാൻ ഉറങ്ങിക്കിടന്നാൽ, അശ്രദ്ധനായാൽ എന്റെ പ്രജകളുടെ, എന്റെ ജനതയുടെ, എന്റെ അമാനത്തിന്റെ കാര്യത്തിൽ നാളെ പരലോകത്ത് ഞാൻ എന്ത് സമാധാനം പറയും? രാത്രി ഉമർ ഉറങ്ങിയാൽ രാത്രി എന്റെ കാര്യം എന്റെ റബ്ബിനോട് വേറെ ആര് പറയും? ഇതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ അലട്ടിയത്. ഒരു ജീവിതം മുഴുവൻ ഇസ്ലാമിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച് ചരിത്ര മുഹൂർത്തങ്ങളെ സമ്മാനിച്ച അതുല്യ വ്യക്തിത്വമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സ്വർഗ കൊട്ടാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. സ്വർഗത്തിൽ കൊട്ടാരം കണ്ടു. ഇത് അദ്ദേഹം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് വന്ന് തന്റെ ആ മസ്ജിദുൻ നബവിയിൽ വെച്ചത് പറഞ്ഞു, ഞാനൊരു കൊട്ടാരം സ്വർഗത്തിൽ കാണുകയുണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരമായിരുന്നു അത്. ഉമറെ, എനിക്കതിൽ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനും നീയും തമ്മിൽ പിന്നീടുണ്ടാകുന്ന സംസാരത്തെ ഓർത്തുകൊണ്ട് ഞാൻ അതിന് മുതിരാതിരിക്കുകയായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് വന്ന് പറയുകയുണ്ടായി. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലചായ്ച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഏറ്റ കുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വൻകുടലിൽ അത് കീറി അദ്ദേഹം കഴിക്കുന്ന വെള്ളവും ഭക്ഷണവും വൻകുടലിലൂടെ പുറത്തേക്ക് ചാടുമാറ് പരീക്ഷിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആ സമയത്ത് പറയാൻ, മോനെ ഇബ്നു ഉമറെ, നീ എന്റെ തല, എന്റെ ഈ കവിൾത്തടം മണ്ണിനോട് ചേർത്ത് വെക്കണം. കാരണം ദയനീയമായ എന്റെ കിടത്തം കണ്ട് കരുണാവാരിധിയായ അള്ളാഹുവിന് എന്നോട് അലിവ് തോന്നിയെങ്കിലോ, അതുകൊണ്ട് പരലോകത്ത് എനിക്ക് രക്ഷപ്പെടാൻ, എന്റെ റബ്ബിന്റെ റഹ്മത്ത് കിട്ടാൻ, അലിവ് കിട്ടാൻ നീ എന്നെ ഈ മണ്ണോട് ചേർത്ത് എന്റെ കവിൾത്തടം വെക്കണം എന്ന് മകനെ ഉപദേശിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ കൊട്ടാരം കിട്ടിയതിന്റെ ഊറ്റത്തിലായിരുന്നില്ല, നാളെ പരലോകത്ത് പെട്ടുപോകുമോ എന്ന ഭയപ്പാടിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ എത്രയെത്ര ചരിത്രങ്ങൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും മക്കയിൽ നിന്ന് മദീനയിലെത്തി ആശ്വാസത്തിന്റെ നെടുവീർപ്പുകൾ വിടാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം അതാ സൂചിപ്പൊട്ട് പോലെ ഒരു വ്യക്തിത്വം
മദീനയിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ വരവറിഞ്ഞ് അവിടെ വെച്ച് പറയുകയുണ്ടായി, ഷുഐബ് ഒരുപാട് ലാഭവുമായി കടന്നു വരുന്നുണ്ട്. അവർ ആരാണ് വരുന്നത് എന്നറിയാൻ കാത്തിരുന്നു. മഹാനായ ഷുഐബ് റൂമി റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തിന്റെ വരവ് ഹൃദയഭേദകമാണ്. അദ്ദേഹം എങ്ങനെയാണ് ഒരുപാട് ലാഭവുമായി കടന്നു വരുന്നത്? അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരുപാട് ഒട്ടകക്കൂട്ടങ്ങളോ കച്ചവട ലാഭങ്ങളോ ഇല്ല. മറിച്ച് ശത്രുക്കൾ കൊടുത്ത ഒരു കരിമ്പണം രണ്ടായി കീറി അതിലൊന്ന് തന്റെ ദേഹത്ത് ഉടുത്ത് മറ്റൊന്ന് തന്റെ വേലങ്കിയായി ഉപയോഗിച്ചുകൊണ്ട് മരുഭൂമികൾ താണ്ടി കാൽനടയായി കടന്നു വരുന്ന ഷുഐബ് റൂമിയെ നോക്കിയിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റബീഹ ഷുഐബ് ഒരുപാട് ലാഭം കൊയ്തിരിക്കുന്നു എന്ന്. എന്തുകൊണ്ട്? അദ്ദേഹം സമ്പന്നനായ ഒരു കച്ചവടക്കാരനായിരുന്നു. മക്കയിലെ പൊന്നുവിളയിച്ച കച്ചവട രംഗത്ത്, കൃഷി രംഗത്ത് പൊന്നുവിളയിച്ച അത്ഭുത വ്യക്തിത്വമായിരുന്നു. പക്ഷെ ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് കയറിയതോടുകൂടി തന്റെ സ്വത്തുക്കൾ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ച് അവിടെ നിന്ന് വരാനുള്ള തയ്യാറെടുപ്പിൽ ശത്രുക്കൾ പിടിച്ചുവെച്ചു. ഇവിടെ വെച്ച് സമ്പാദിച്ചത് ഇവിടെ ഉപേക്ഷിച്ചോളണം, കൊണ്ടുപോവാൻ പറ്റില്ല. അദ്ദേഹം ഒട്ടകപ്പുറത്തിലേക്ക് കയറി. ഒട്ടകപ്പുറത്ത് നിന്ന് അദ്ദേഹത്തെ താഴെ ഇറക്കി. പാടില്ല, ഇത് നീ ഇവിടെ വെച്ച് സമ്പാദിച്ചതാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രവും മൂരി മാറ്റി അവർ കൊടുത്ത കരിമ്പടം രണ്ടായി കീറി അത് ധരിച്ച് പരമസാധുവായി ദരിദ്രനായി അദ്ദേഹം വീണ്ടും മദീനയെ ലക്ഷ്യം വെച്ച് വരികയാണ്. ഷുഐബ് നേടിയത് എന്താണ്? കീറിപ്പറിഞ്ഞ ഈ ഒരു കരിമ്പടമല്ല, മറിച്ച് തന്റെ പ്രിയപ്പെട്ടതെല്ലാം പടച്ച റബ്ബിന് വേണ്ടി ഉപേക്ഷിക്കാൻ വേണ്ടി വന്ന ആ മഹാനായ സ്വഹാബി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്താണ് നേടിയത്? അദ്ദേഹം ഇരിക്കുന്ന സദസ്സിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖാരിബു സദ്ദിദു വഅമലു, നിങ്ങൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കണം, നിങ്ങൾ ഇനിയും നേരെ ചൊവ്വേ ജീവിതത്തിൽ മുന്നോട്ട് പോകണം, ആദർശത്തിൽ കണിശമായിരിക്കണം, ക്രയവിക്രയങ്ങളിൽ സത്യസന്ധരായിരിക്കണം, നിങ്ങളുടെ വാക്കുകളിൽ തൗഹീദും നന്മയും ഉണ്ടായിരിക്കണം, വഅമലു, ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തു കൂട്ടണം. ആരോടാണിത് പറയുന്നത്? തങ്ങളുടെ ജീവിതത്തിന്റെ പ്രിയപ്പെട്ടതെല്ലാം പടച്ച റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ഉപേക്ഷിച്ച് നാടുകെട്ട് വന്ന് അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി കടന്നു വന്ന ഷുഐബ് റൂമിയുടെ ചരിത്രമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാർ മുസ്ലിമീങ്ങൾക്ക് കുടിവെള്ളം നിഷേധിച്ച ഒരു സന്ദർഭം ഉണ്ടാവുകയുണ്ടായി. ഈ കിണറ്റിൽ നിന്ന് ഒരു മുസ്ലിമും വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ഈ പ്രതിസന്ധി വന്നപ്പോൾ മുസ്ലിമീങ്ങളുടെ കുടിവെള്ളം മുട്ടിയപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരാണ് 20,000 ദിർഹം കൊടുത്ത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഈ ജൂതനിൽ നിന്ന് ഈ കിണർ വാങ്ങി ദാനം ചെയ്യാനുള്ളത്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതിന് തയ്യാറായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ സമ്പത്തിലെ വലിയൊരു വിഹിതം കൊടുത്ത് അദ്ദേഹം അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഈ വലിയ തുക കൊടുത്ത് ഇത് വാങ്ങിയത് ഉസ്മാനാണ് എന്ന് കരുതി ഉസ്മാനിന്റെ പ്രിയപ്പെട്ടവർക്കോ മക്കൾക്കോ യാതൊരു ക്രെഡിബിലിറ്റിയും ഈ ഒരു കിണറിന്റെ വിഷയത്തിലില്ല. പ്രവാചകരെ, ഇത് എല്ലാവർക്കും ഉള്ളതുപോലെ ഇവിടുത്തെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും വേണ്ടി ഉള്ളതാണ് എന്നും ഇത് ഉസ്മാനിന് അവകാശപ്പെട്ടതല്ല എന്നും ഒന്നുകൂടി സ്പഷ്ടീകരിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് കൈമാറിയത്. അതെ, ആ ഒരു അദ്ദേഹത്തിന്റെ ത്യാഗം, അതിനപ്പുറത്ത് തബൂക്ക് യുദ്ധത്തിലേക്ക് സമ്പത്ത് ആവശ്യമായി വന്ന സമയത്ത് ആരാണ് പടച്ച റബ്ബിന്റെ ദീനിനെ സഹായിക്കാനുള്ളത് എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം 1000 ദീനാർ, ആ കാലഘട്ടത്തിൽ 1000 സ്വർണ്ണ നാണയം അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് റൗള ശരീഫിലിരുന്ന് വളരെ വൈകാരികമായി നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. മാ ബൈന മിൻബരി വബൈതി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ ആ പുണ്യ സ്ഥലത്ത് വെച്ച് അഷ്റഫുൽ ഖൽഖ് നടത്തിയ പ്രാർത്ഥന, പടച്ചവനെ, ഉസ്മാനിന്റെ വിഷയത്തിൽ ഞാൻ അങ്ങേയറ്റം സംതൃപ്തനാണ്, അല്ലാഹുവേ നീയും ഉസ്മാനിനെ തൃപ്തിപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അടങ്ങുന്ന സദസ്സിലിരുന്നിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖാരിബു, നിങ്ങൾ ഇനിയും നിങ്ങളുടെ നാഥനിലേക്ക് അടുക്കണം, വസദ്ദിദു, നിങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധതയുണ്ടാവണം,
ഫഅമലു, നിങ്ങൾക്ക് കനം തൂങ്ങുന്ന അമലുകൾ നിങ്ങൾ ശേഖരിക്കണമെന്ന് പറയുന്നത് ഈ ത്യാഗ പരിശ്രമങ്ങൾ പടച്ച റബ്ബിന്റെ മാർഗത്തിൽ നിർവഹിച്ച അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇരിക്കുന്ന സദസ്സിലാണ്. ഉഹുദിനടങ്ങണം, ഉഹുദിന നബീതിയിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് മരിച്ചു എന്ന വാർത്ത വരുന്നു. അഷ്റഫുൽ ഖൽഖ് മരണപ്പെട്ടിരിക്കുന്നു, കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ വാർത്ത കേട്ട വീടകങ്ങളിലുള്ള സ്ത്രീരത്നങ്ങൾ ഞെട്ടിപ്പോയി. അവർ അവരുടെ ഭർത്താക്കന്മാരെ പഴിച്ചു. ഞങ്ങളുടെ പ്രവാചകനെ കൊലക്ക് വിട്ടുകൊടുത്തത് നിങ്ങൾക്ക് എന്ത് ധീരതയാണുള്ളത് എന്നവർ വൈകാരികമായി പറഞ്ഞു. അവിടെ നിന്ന് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് വീടുകളിൽ നിന്ന് അവർ ഓടുകയാണ്. പലരുടെയും കൈകളിൽ മരുന്നാൻ, വെച്ചുകെട്ടാനുള്ള തുണിയാൻ, കുടിക്കാനുള്ള വെള്ളമാണ്. പക്ഷേ ഉമ്മു അമ്മാറ എന്നറിയപ്പെടുന്ന മഹദി തന്റെ വീട്ടിലുള്ള വാള് കയ്യിലെടുത്ത് അവരും കുതിക്കുകയാണ് രണവീതിയിലേക്ക്. അഷ്റഫുൽ ഖൽഖ് യുദ്ധത്തിന്റെ ആ പൊടി അടങ്ങിയപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം സംസാരിക്കുന്ന ചില സംസാരങ്ങൾ നമുക്ക് കാണാം. എന്റെ അടുത്തുണ്ടായിരുന്ന 13 പേരല്ലാത്ത ബാക്കിയുള്ളവരെല്ലാം ഓടിപ്പോയപ്പോൾ ഞാൻ വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും മുന്നോട്ട് തിരിഞ്ഞാലും എനിക്ക് കവചമൊരുക്കി ഒരു സ്ത്രീരത്നം എനിക്ക് ചുറ്റും ഓടുന്നുണ്ടായിരുന്നു. എന്റെ നേരെ വരുന്ന ആ തെറിച്ചു വരുന്ന കൂരമ്പുകളെ സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ട് എനിക്ക് കവചമൊരുക്കിയ ഉമ്മു അമ്മാറ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അവരെ യുദ്ധത്തിന്റെ അവസാനത്തിൽ അവരുടെ ശരീരത്തിൽ 80-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ ഉമ്മു അമ്മാറ ഉൾക്കൊള്ളുന്ന സമൂഹത്തോടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖാരിബു, നിങ്ങൾ ഇനിയും നിങ്ങളുടെ റബ്ബിലേക്ക് അടുക്കുവിൻ, സദ്ദിദു, നിങ്ങളുടെ ജീവിതത്തിൽ തൗഹീദിന് വേണ്ടി പടപൊരുതുവിൻ. അതേപോലെ തന്നെ വഅമലു, ധാരാളക്കണക്കിന് സുകൃതങ്ങൾ ചെയ്തുകൊണ്ട് ആഖിറത്തിലേക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുവിൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൻസ്വാരികളെ നമുക്കറിയാം. മുഹാജിറുകൾ കടന്നു വന്നപ്പോൾ അവർ പകുത്തു നൽകിയത് അവരുടെ ജീവിതമാണ്. അവർ പകുത്തു നൽകിയത് അവരുടെ വീടാണ്. അവർ പകുത്തു നൽകിയത് അവരുടെ പ്രാണപ്രേയസിയായി അവരുടെ ഇണകളിലെ ഒന്നിനെയാണ്, ഏറ്റവും പ്രിയപ്പെട്ടവളെയാണ്. അവർ പകുത്തു നൽകിയത് അവരുടെ ഹൃദയത്തിലുള്ള സ്നേഹമാണ്. അവരുടെ ജീവിതത്തിന്റെ പകുതിയും പകുത്തു നൽകിയ ആ മുഹാജിറുകളോട് അവർ കാണിച്ച സ്നേഹമുണ്ട്. അല്ലാഹു അതുകൊണ്ടാണ് ഇവരുടെ ഈ കാണുന്ന ആതിഥേയത്വ മര്യാദയും അവരുടെ മനസ്സിലെ വിശാലമായ ഹൃദയവും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള അവരുടെ വലിയ സഹിഷ്ണുതയും. അല്ലാഹു പറഞ്ഞില്ലേ, റളിയല്ലാഹു അൻഹു വറളു അൻഹു, അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവിനെ അവർക്കും ഇഷ്ടമാണ് എന്ന് സർട്ടിഫൈ ചെയ്ത ജനവിഭാഗമായി അവർ മാറിയത് അവരുടെ ഹൃദയത്തിന്റെ വിശാലതയാണ്. അഴുക്കില്ലാത്ത, വെറുപ്പില്ലാത്ത, പകയില്ലാത്ത, അന്യദാത്വവും അകൽച്ചയുമില്ലാത്ത മാനസികാവസ്ഥയാണ്. സഹജീവികളോടും ഒരുമിച്ച് ഒരു സ്വപ്പിൽ നിന്ന് നമസ്കരിക്കുന്നവരോടും സത്യസന്ധമായ, നിഷ്കളങ്കവും നിർലോഭവും നിഷ്കപടവുമായ സ്നേഹം കൊണ്ടാണ് മനസ്സിൽ ആയിരക്കണക്കിന് പാപചിന്തകളും മനസ്സുകളിൽ സകലവിധ ദുർഗുണങ്ങളും കൊണ്ടുവച്ചുകൊണ്ട് നമ്മൾ ഒരുങ്ങുന്ന സ്വർഗം എത്രമാത്രം നമുക്ക് ഉറപ്പുള്ളതാണ് എന്നത് തീർച്ചയായും നമ്മെ അലട്ടേണ്ട, വേട്ടയാടേണ്ട വലിയൊരു വിഷയമാണ്. ഈ അൻസ്വാരികൾ ഉൾക്കൊള്ളുന്ന സദസ്സിനെ നോക്കിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖാരിബു, നിങ്ങൾ ഇനിയും നിങ്ങളുടെ നാഥനിലേക്ക്, നിങ്ങൾക്ക് ജീവിതം തന്ന നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ അടുക്കുവിൻ, നിങ്ങൾ തൗഹീദിന് വേണ്ടി പടപൊരുതുവിൻ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ദഅവത്ത് നടത്തുവിൻ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധാരാളക്കണക്കിന് സുകൃതങ്ങൾ ചെയ്യുവിൻ എന്ന്. നോക്കൂ നിങ്ങൾ, മഹാനായ നാഫിഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു സന്ദർഭത്തിൽ വളരെ വൈകാരികമായി കരയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മൗലയാണ്. അദ്ദേഹം ചോദിച്ചു, എന്തുപറ്റി, എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത്? ഞാൻ സഅദ് ഇബ്നു മുആദിനെ ഓർത്തിട്ടാണ് കരയുന്നത്. എന്തേ സഅദ് ഇബ്നു മുആദ്? ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് കയറിയിട്ട് വെറും 5 കൊല്ലമാണ് അദ്ദേഹം ജീവിച്ചത്. പക്ഷേ ആ 5 കൊല്ലത്തെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്ത്, അദ്ദേഹം മരിക്കുന്ന സമയത്ത് 10,000-കണക്കിന് മലക്കുകൾ അവിടെ നിന്നും ഇറങ്ങി വന്ന് അദ്ദേഹത്തിന്റെ ജനാസക്ക് സാക്ഷികളായി എന്ന് നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ തള്ളവിരലുകൾ നിലത്തൂന്നിക്കൊണ്ടാണ് നടന്നിരുന്നത് എന്നാണ്. മലക്കുകളുടെ നിബിഡതയും അവർ ഒന്നടങ്കം കടന്നു വന്നതിന്റെ തിരക്കും കാരണം അഷ്റഫുൽ ഖൽഖ് കാല് പൊക്കി നടന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഈ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു 5 കൊല്ലം കൊണ്ട് നേടിയ അമലിന്റെ പവർ എത്രയാണ്. അദ്ദേഹത്തിന്റെ മരണസമയത്ത് അർശ് കുലുങ്ങി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിന് സാക്ഷികളായി ലക്ഷക്കണക്കിന് മലക്കുകൾ ഉണ്ടായിരുന്നു എന്ന് കാണാം. വെറും 5 കൊല്ലം കൊണ്ട് അദ്ദേഹം പടച്ച റബ്ബിന്റെ മാർഗത്തിൽ സമർപ്പിച്ച ആ ഇബാദത്തിന്റെ കനം നമ്മളുടെ ഇബാദത്തിനുണ്ടോ സുഹൃത്തുക്കളെ? പക്ഷേ ആ സഅദ് റളിയല്ലാഹു അൻഹുവിനെയും ഖബറിൽ പിടിച്ച് ഞെരുക്കിയതിന്റെയും അദ്ദേഹത്തിന്റെ വാരിയല്ലുകൾ കോർത്തിറങ്ങിയതിന്റെയും ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇങ്ങനെ ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന സമൂഹത്തോട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇർകഊ, നിങ്ങൾ ധാരാളക്കണക്കിന് നിങ്ങളുടെ റബ്ബിന്റെ മുന്നിൽ റുക്കൂ ചെയ്യുന്നവരായി മാറണം. വസ്ജുദൂ, നിങ്ങൾ റബ്ബിന്റെ മുന്നിൽ പ്രണമിക്കണം, സുജൂദ് ചെയ്യണം. വഫഅലുൽ ഖൈറ, നിങ്ങൾ ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ ചെയ്യണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടിയാണ്. വിജയമന്ത്രം എന്ന് പറയുന്നത് കളമൊഴിയുന്നിടത്തല്ല. വിജയമന്ത്രം എന്ന് പറയുന്നത് ഇതുവരെ നമസ്കരിച്ച ജമാഅത്ത് നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നിടത്തല്ല. വിജയമന്ത്രം എന്ന് പറയുന്നത് ഇതുവരെ നമസ്കരിച്ച സുന്നത്ത് നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നിടത്തല്ല. വിജയമന്ത്രം എന്ന് പറയുന്നത് നോമ്പ് ഉപേക്ഷിക്കുന്നിടത്തോ പരിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണവും ഉപേക്ഷിക്കുന്നിടത്തോ അല്ല. വിജയമന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ കർമ്മ നൈരന്തര്യത്തെ നിലനിർത്തുന്നിടത്ത്, പരലോകത്തിന് വേണ്ടി ഒരുങ്ങുന്നിടത്ത് ആണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമുക്ക് പോകാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ പ്രതിസന്ധിയായി വെച്ചിട്ടുള്ളത് ധാരാളക്കണക്കിന് കാര്യങ്ങളാണ്. മരണം ഒരു വലിയ പ്രതിസന്ധിയാണ്. മനുഷ്യനെ തേടിയെത്തുന്ന അല്ലാഹുവിന്റെ അലംഘനീയമായ നിയമം, അതിനു മുന്നിൽ മനുഷ്യൻ കിടന്നുകൊടുക്കേണ്ടി വരുന്ന ഏറ്റവും പ്രയാസപ്പെട്ട ഒരു ഘട്ടമുണ്ട്. അത് കഴിഞ്ഞ് അവന് പോകാനുള്ളത് മണ്ണിന്റെയും ഇരുട്ടിന്റെയും ശിക്ഷയുടെയും പുഴുക്കളുടെയും വീട്ടിലേക്കാണ്, 6 അടി മണ്ണിലേക്കാണ്, പള്ളിക്കാട്ടിലേക്കാണ്, നൂറ്റാണ്ടുകൾ കഴിയേണ്ടി വരുമെന്ന് ഉറപ്പുള്ളിടത്തേക്കാണ്. ആ ഖബറിൽ വിചാരണയുണ്ട്, അവിടെ നരകീയ യാതനകളുണ്ട്, അവിടെ സ്വർഗീയമായ സുഖങ്ങളും ആനന്ദങ്ങളുമുണ്ട്. ആ ഖബറിനപ്പുറത്ത് നമുക്ക് മഹ്ശറ എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടാനുള്ളവരാണ്. മനുഷ്യ മക്കൾ മുഴുവൻ ഭൂമി മനുഷ്യനെ പുറത്തേക്ക് തുപ്പുന്ന വൈദൽ അർളു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്, ഭൂമി കാലിയാകുന്ന സകല ഭാരങ്ങളെയും പുറത്തേക്ക് തുപ്പുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നാണ്. അന്നേ ദിവസം മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നിടത്ത് ഒരു തണലുമില്ലാത്ത, ഒരു ശീതള ചായവുമില്ലാത്ത വലിയ ഒരു പ്രതിസന്ധി, നൂറ്റാണ്ടുകളുടെ ദൈർഘ്യമുള്ള ഒരു പ്രതിസന്ധി. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000 ദിവസത്തിന്റെ ദൈർഘ്യമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ മഹ്ശറ എന്ന് പറയുന്ന പ്രതിസന്ധി താണ്ടാനുള്ളതാണ്. ദാഹജലത്തിനു വേണ്ടി അലയുന്നവർക്ക് മുന്നിൽ ഹൗദുൽ കൗസർ കിട്ടണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. നമ്മുടെ കർമ്മരേഖകൾ നമ്മുടെ വലത് കൈകളിലൂടെ നമുക്ക് ലഭിക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ നേട്ടമാണ്. നമ്മുടെ വിചാരണ നമുക്ക് എളുപ്പമായി കിട്ടണം. ക്രൂരമായ വിചാരണയ്ക്ക് വിധേയമായവന് നരകം ഉറപ്പാണ്. അതുകൊണ്ട് വിചാരണ ലളിതമായി കിട്ടണമെങ്കിൽ വിഭവങ്ങൾ ആവശ്യമാണ്. സിറാത്ത് പാലം ശരവേഗതയിൽ താണ്ടണം. അതൊരു വലിയ പ്രതിസന്ധിയാണ്. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗപ്രവേശനത്തിന് അർഹത നേടണം. അതുകൊണ്ട് ഇത്രയേറെ വലിയ പ്രതിസന്ധിക്ക് മുന്നിൽ നിൽക്കുന്ന നമ്മൾ അങ്ങാടികളിൽ പിശാചൊരുക്കുന്ന കൊടിക്ക് പിന്നിൽ അണിനിരക്കുന്നവരായി മാറരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, റജുലുൻ മിൻ അസ്ഹാബിൻ നബി ബലഗനി അന്നൽ മലക് യഗ്ദു ബിറായതിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി പറയാൻ, ഒരു മലക്ക് തന്റെ പതാകയും ഏന്തിക്കൊണ്ട് മുന്നോട്ട് പോകും. അവ്വലി മൻ യഗ്ദു ഇലൽ മസ്ജിദ്, ആദ്യമായി പള്ളിയിലേക്ക് വരുന്ന മനുഷ്യന്റെ കൂടെ അവനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടൊരു മലക്കുണ്ടായിരിക്കുന്നതാണ് എന്നാണ്. ഫലാ യസാലു ബിക മഅഹു ഹത്താ യർജിഅ, അയാളുടെ കൂടെ ആ മലക്ക് ആശീർവാദങ്ങൾ നേർന്നുകൊണ്ട് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് അയാളുടെ കൂടെ ആ മലക്ക് അകമ്പടി സേവിക്കും. ഫയദ്ഖുലു ബിക മൻസിലഹു വഇന്ന ശൈത്വാന ലയഗ്ദു ബിറായതിഹി, പിശാചാവട്ടെ തന്റെ കൊടിയുമേന്തി പുറപ്പെടുന്നു. മാ അവ്വലി മൻ യഗ്ദു ഇല സൂഖി, ചന്തയിലും മാർക്കറ്റിലും ആദ്യം പോയി തന്റെ സമ്പാദ്യം തെരഞ്ഞ് ഓടുന്നവരുടെ നേതാവായി, അവരെ മുന്നിൽ നിന്ന് നയിക്കുന്നവരായി പിശാചായിരിക്കും ഉണ്ടാവുക എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് ഭൗതിക വിഭവങ്ങളെ വാരിക്കൂട്ടുന്ന തിരക്കുകൾക്കപ്പുറത്ത് ആഖിറത്തിലേക്ക് രക്ഷപ്പെടാനുള്ള സുഹൃതങ്ങളുടെ തിരക്കുകളിലായിരിക്കണം നമ്മൾ ഉണ്ടായിരിക്കേണ്ടത് എന്ന് ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൗ അന്ന റജുലൻ യജുറു അലാ വജ്ഹിഹി മിൻ യൗമി വുലിദ ഇലാ യൗമി യമൂത് ഹരിമ. വാർദ്ധക്യത്തിന്റെ ജരാനരകൾ ബാധിച്ച് അങ്ങേയറ്റം എല്ല് ശോഷിച്ച അവസ്ഥ വരെ മൂക്കുകുത്തി മുഖം കുത്തി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അമല് ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ നാളെ പരലോകത്തെത്തുമ്പോൾ ലഹഖറഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ താൻ ചെയ്ത സുകൃതം സൽക്കർമ്മം നിസ്സാരമായി തോന്നും എന്നാണ്. അത്രമേൽ നിസ്സാരമാണ് നമ്മുടെ അമലുകൾ. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ മുഖം കുത്തി നടന്ന് നരങ്ങി നീങ്ങി അള്ളാഹുവിന് വേണ്ടി ജനിച്ച അന്നു മുതൽ മരിക്കുന്നതുവരെ നമ്മൾ പണിയെടുത്താലും പരലോകത്തെത്തുമ്പോൾ നമ്മുടെ അമല് വലഹഖറഹു അങ്ങേയറ്റത്തെ നിസ്സാരതയിൽ കാണപ്പെടും എന്നാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ വലിയ ഊറ്റമാണ്, പർവ്വത സമാനം. ബനൂ ഇസ്രായേലുകാരുടെ ചരിത്രം റസൂലുള്ള പറഞ്ഞില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്രായേലുകാരനായ ഒരാൾ സ്വർഗത്തിലെത്താൻ, പരലോകത്തെത്താൻ അമ്പരച്ചുംബിയായ വലിയ പർവ്വത സമാനമായ അമല് അയാൾക്ക് മുന്നിലുണ്ട്. പക്ഷേ അയാളുടെ അമൽ അയാൾ വലിയ മഹത്വമുള്ളതായി കണ്ടാലും അയാൾക്ക് വേണ്ടി പടച്ച റബ്ബ് കൊടുത്ത 2 കണ്ണുകളെ ഒരു തുലാസിലും അയാൾ ചെയ്ത പർവ്വത സമാനമുള്ള അമലുകൾ മറ്റൊരു തുലാസിലും വെച്ചാൽ പടച്ച റബ്ബ് നൽകിയ നിഅമത്തായ കണ്ണിന് പകരം വെക്കാൻ അയാളുടെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച അമല് മതിയത്തതല്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് എന്തെല്ലാമൊക്കെയോ നേടിയിട്ടുണ്ട് എന്ന ഊറ്റത്തിനപ്പുറത്ത് ഇനിയും ഒരുപാട് നേടാനുണ്ട് എന്ന അസ്വസ്ഥത തീർച്ചയായും നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കളം വിടുന്നതിനു മുമ്പ് 5 നേരവും കൃത്യമായി പടച്ച റബ്ബിന്റെ വീട്ടിൽ വന്ന് നമസ്കരിക്കാനുള്ള വിവേകവും ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കാനുള്ള ആവേശവും പടച്ച റബ്ബിന്റെ ദീന് പ്രബോധനം ചെയ്യാനുള്ള ഉത്തരവാദിത്ത ബോധവും തീർച്ചയായും നമുക്കുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ സ്വർഗപൂങ്കാവനത്തിലേക്കുള്ള വിഭവമായി അത് പരിഗണിക്കപ്പെടുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള വിവേകം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹാദരനരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അനുഷ്ഠിച്ചും പാലിച്ചും ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇത് അവധിക്കാലമാണ്. നമ്മുടെ കുട്ടികളുടെ സമയത്തെ വളരെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ പരലോകത്ത് മക്കളുടെ വിഷയത്തിൽ വിചാരണ നേരിടേണ്ടി വരും എന്ന് ഉറപ്പുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കളികളും ചിരിയും തമാശയും നേരം പോക്കുമായി നമ്മുടെ കുട്ടികൾ എന്റർടൈൻമെന്റുകളിൽ സമയം തള്ളി നീക്കുമ്പോൾ സമയം വിലപ്പെട്ടതാണ്. അതിന് കൃത്യമായ ആസൂത്രണം വേണം, കൃത്യമായ പ്ലാനിംഗ് വേണം. 2 മാസക്കാലം എന്റെ കുട്ടി എന്തെല്ലാം പരലോകത്തിന് വേണ്ടി ചെയ്യണം എന്ന കൃത്യമായ ഒരു ടൈം ടേബിൾ നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ മാഷാ അല്ലാഹ് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളോട് ചില കടമകൾ പ്രധാനമായും നിർവഹിക്കാനുണ്ട്. അതിലൊന്ന് അവർക്ക് മതപരമായ അറിവ് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തലാണ്. പ്രത്യേകിച്ച് അവധിക്കാല ക്യാമ്പുകൾ, അതേപോലെയുള്ള പഠന പ്രോഗ്രാമുകൾ നമുക്ക് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ആലത്തിയൂരില് 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്യാമ്പുണ്ട്. ആ ക്യാമ്പിൽ നമ്മുടെ മക്കളെ നമുക്ക് പങ്കെടുപ്പിക്കാം. വയനാട് വെച്ച് 6 ദിവസത്തെ മറ്റൊരു ക്യാമ്പ് നടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ അതിൽ നമുക്ക് പങ്കെടുപ്പിക്കാം. നമ്മുടെ CREയുടെ സ്റ്റുഡൻസ് വിങ്ങിന്റെ കീഴിൽ നമ്മുടെ കുട്ടികൾക്ക് അവധിക്കാലത്ത് ഓൺലൈനായി വീട്ടിലിരുന്ന് ഡിഗ്രി
അതേപോലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള വൈജ്ഞാനിക സംരംഭം ഈ ഏപ്രിൽ 16 മുതൽ ആരംഭിക്കുകയാണ്. ഇപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് അവരുടെ ശാന്തമായ അന്തരീക്ഷത്തിൽ മതം പഠിക്കാൻ, അതിന്റെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ, എന്നിട്ട് ധാരാളക്കണക്കിന് കാഴ്ചപ്പാടുകളെ രൂപീകരിക്കാനുള്ള സാഹചര്യങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് അസറിന് ശേഷം വൈകിട്ട് 5 മണി ഷാർപ്പിന് നമുക്ക് ഈ കിരിയോട് പള്ളിക്ക് സമീപത്ത് ഒരു വൈജ്ഞാനിക സദസ്സ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി പ്രത്യേകമായി ഇന്ന് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ നിർബന്ധമായും ആ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ എത്തിക്കണം. ഇത് മഹാനായ അമാനി മൗലവി ഖു അൻഫുസകും വഅഹ്ലികും നാറ, നിങ്ങൾ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ശരീരവും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം എന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിന്റെ വിശദീകരണത്തിൽ ധാരാളക്കണക്കിന് തഫ്സീറുകളുടെ കേന്ദ്ര ആശയങ്ങളെ അദ്ദേഹം സ്വാംശീകരിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ 5 കാര്യങ്ങളാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് മതപരമായ അറിവ് കുട്ടികൾക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ. അവിടെയാണ് മദ്രസ അതിന്റെ ധർമ്മം നിർവഹിക്കുന്നത്. അവിടെയാണ് മോറൽ ക്ലാസുകൾ അതിന്റെ ധർമ്മം നിർവഹിക്കുന്നത്. നമ്മുടെ ഈ ചക്കരക്കല്ല് പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ക്യാമ്പുകൾ സംഘടിപ്പിക്കാം. അതിനുവേണ്ടി സാമ്പത്തിക പ്രയാസമുണ്ടെങ്കിൽ അത് തരാൻ ആളുകളുണ്ട്. അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ ഹിദായത്ത്, ഒരു കുട്ടിയുടെ ഹിദായത്ത് എന്നത് ഈ പ്രപഞ്ചത്തെക്കാൾ വിലമതിക്കുന്നതായി ഇസ്ലാം പഠിപ്പിച്ച നന്മയാണ്. അതുകൊണ്ട് ഒരു വ്യക്തി, ഒരു കുട്ടി നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് സുമനസ്സുകൾ. അതുകൊണ്ട് ഇത്തരം ക്യാമ്പുകൾ നമുക്ക് നമ്മുടെ പ്രദേശത്ത് സംഘടിപ്പിക്കാം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി. ഇങ്ങനെ സമൂഹത്തിന് ഗുണപ്രദമായ പദ്ധതികൾ, വൈജ്ഞാനിക വിഭവങ്ങൾ ഒരുക്കുക എന്നത് ഈ അവധിക്കാലത്ത് പ്രത്യേകിച്ച് ദീനി പരമായ ചുമതല നിർവഹിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ ധർമ്മോപദേശങ്ങൾ നൽകി ചേർത്തുപിടിച്ച് അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ ചൊല്ലിക്കൊടുത്ത് അവരെ നിർവഴിയിലേക്ക് നയിക്കണം. കോപിക്കുന്നതിനും കുറ്റപ്പെടുത്തുന്നതിനും അപഹസിക്കുന്നതിനും അപമാനിക്കുന്നതിനും പകരം ചേർത്ത് വെക്കലാണ് പുതിയ തലമുറയുടെ ഏറ്റവും ഫലപ്രദമായ ഗുണദോഷ രീതി എന്നത് നമുക്കറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ അവരുടെ നെറ്റ് ഉപയോഗം, ഫോൺ ഉപയോഗം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും നമുക്കറിയില്ല, വലിയ തിന്മയുടെ ഒരു ലോകമാണ് അവരുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നത്. നമ്മൾ പോലും അറിയാത്ത ആപ്പുകൾ മൊബൈലുകളിൽ അവൈലബിൾ ആണ്. വളരെ വിദഗ്ധമായി നമ്മളെ പറഞ്ഞ് കബളിപ്പിക്കുകയും ധാരാളക്കണക്കിന് തിന്മകളുടെ അഡിക്ഷനിലേക്ക് അവർ ചെന്നുപെടുകയും അവസാനം തിരിച്ചു കിട്ടാൻ കഴിയാത്ത വിധം കൗൺസിലിംഗ് കേന്ദ്രങ്ങളിൽ കണ്ണീര് വാർക്കുന്ന നീണ്ട ക്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അവരുടെ ഈ ഉപയോഗങ്ങളൊക്കെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈം മാനേജ്മെന്റ് ശ്രദ്ധിക്കണം. ആരാധനകൾക്ക് പ്രോത്സാഹനം നൽകണം. നല്ല പ്രോത്സാഹനം കൊടുത്ത് അവരെ നോമ്പെടുപ്പിക്കുകയുണ്ടായി. ഇനിയും ധാരാളക്കണക്കിന് സമ്മാനങ്ങൾ, അള്ളാഹു സ്വർഗം സമ്മാനം തരാന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളെ കൊണ്ട് ഈ കാണുന്ന സുഹൃതങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഒരു കുട്ടി ഒരു നോമ്പെടുത്ത് ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത് ഈ അവധിക്കാലം ഒരു സൂറത്തെങ്കിലും കാണാതെ പഠിക്കുന്നതിന് അവർക്ക് സമ്മാനങ്ങൾ ഓഫർ ചെയ്താലും ശരി, ആ സമ്മാനങ്ങൾ കൊടുത്തിട്ടാണെങ്കിലും കുട്ടികൾക്ക് നന്മകൾ ചെയ്യാനുള്ള പ്രോത്സാഹനം തീർച്ചയായും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം കുടുംബങ്ങളെ സന്ദർശിച്ച് ബന്ധങ്ങളെ ചേർത്തുവെച്ച് അവരോടൊക്കെ ഒരു മനുഷ്യനിലെ മനുഷ്യത്വത്തെ വീണ്ടെടുക്കുന്ന മനോഹരമായ കാഴ്ച ഈ രോഗ സന്ദർശനത്തിലൂടെ, കുടുംബ സന്ദർശനത്തിലൂടെ ഈ അവധിക്കാലത്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അവരുടെ കൂട്ടുകെട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചതിക്കുഴികളാണ്, തെമ്മാടിക്കൂട്ടങ്ങളാണ്. സമൂഹത്തിൽ പല വിധത്തിലുമുള്ള തിന്മകളിൽ വിരാജിച്ചവരാണ്. ജുഅലാൻ എന്ന വണ്ടിനെ പോലെ കാഷ്ടത്തിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട് കാഷ്ടത്തിൽ നിന്ന് എടുത്ത് ശുദ്ധമായ ഒരു പ്രതലത്തിലിട്ടാൽ ചത്തുപോകുന്ന അവസ്ഥയിൽ തിന്മകൾ മാത്രം കണ്ടും കേട്ടും നന്നാവാൻ കഴിയാത്ത പ്രതിസന്ധികളുള്ള ആളുകൾ സമൂഹത്തിലുണ്ട്. കൂട്ടുകെട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ രാവും പകലിനെയും നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. സംരക്ഷിക്കുന്നവർക്ക് ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരം അള്ളാഹു നൽകിയതാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ അതീവ ജാഗ്രതയോടുകൂടി ഈ അവധിക്കാലത്ത് അവരെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായും അവർ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വിഭവങ്ങളാണ്. അവർ നമ്മെ സ്വർഗത്തിന്റെ വാതിലിൽ നിന്ന് മാടി വിളിക്കുന്ന മനോഹരമായ രംഗം
നമുക്ക് അവരെ നല്ലത് ചൊല്ലിക്കൊടുത്ത് വളർത്തുന്നിടത്താണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ അവധിക്കാലം വളരെ നല്ല രൂപത്തിൽ ഒരു ടൈം ടേബിൾ തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇൻഷാ അല്ലാഹ് സാധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കൃത്യമായി മനസ്സിലാക്കി നിർവഹിക്കാനുള്ള തൗഫീഖേകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ അനവധി നിരവധി ചെറുതും വലുതുമായ പാപങ്ങളുണ്ട്. ഞങ്ങളോട് പൊറുക്കണമേ അല്ലാഹ്, ഞങ്ങളോട് ക്ഷമിക്കണമേ അല്ലാഹ്, ഞങ്ങൾക്ക് നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ മതത്തെ സ്നേഹിക്കുന്ന, നിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഒരു നല്ല മനസ്സ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ അല്ലാഹ്. നീ ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. അല്ലാഹുവെ, പിശാചിന്റെ ചതിക്കുഴികളിൽപ്പെട്ട് നാളെ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവെ, സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് പൊറുതിമുട്ടുന്നവരും കടം കൊണ്ട് വീർപ്പുമുട്ടുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഞങ്ങൾക്ക് നേരെ നോക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ അല്ലാഹ്. ഞങ്ങളുടെ ഉപജീവനത്തിൽ നിന്റെ റഹ്മത്ത് വർഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവെ, ശാരീരികമായ അസ്വസ്ഥതകളും രോഗങ്ങളും കൊണ്ട് ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ട പാവങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മഹാമാരിയിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അല്ലാഹ്. നിന്റെ മുന്നിൽ മരണം വരെ സുജൂദ് ചെയ്യാനുള്ള ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ ഒരു പ്രാർത്ഥനയിലും മറക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, ഇഷ്ടഭാജനങ്ങൾ, കൂടപ്പിറപ്പുകൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അവരുടെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കണമേ റഹ്മാനെ. അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അവർക്ക് നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ അല്ലാഹ്. പലസ്തീനിന്റെ മണ്ണിലും ലോകത്തിന്റെ മുക്കുമൂലകളിലും പ്രയാസപ്പെടുന്ന ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്. അവർക്ക് നീ ആകാശ ലോകത്തു നിന്നുള്ള നിന്റെ സഹായം ഇറക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവെ, അവരെ ഉപദ്രവിക്കുന്നവരെ നീ അടക്കി നിർത്തണമേ അല്ലാഹ്. അവർ തൊടുത്തുവിടുന്ന ആയുധങ്ങൾ അവരിലേക്ക് തന്നെ നീ തിരിച്ചയക്കണമേ അല്ലാഹ്. അല്ലാഹുവെ, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ മറ്റൊരു വിഭാഗം നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോൾ സ്വർഗപുങ്കാവനത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും ഭാര്യ സന്താനങ്ങളെയും മാതാപിതാക്കളെയും ആദർശ ബന്ധുക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.